നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ കാലമായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ മുടി നരയ്ക്കുന്നതിന് ആ നരം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളിന്ന് കാണാൻ പോണത് നമ്മുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നരയുണ്ടെങ്കിൽ നമുക്കത് ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അത് ഒരു ഒറ്റമൂലിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ അകാല നിര, അതായത് നമുക്ക് ഇങ്ങനെ കുറച്ച് പ്രായവധി നര വന്നു തുടങ്ങാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. എന്നാലും നമുക്കൊരു 30+ 35+ കഴിയുമ്പോഴായിരിക്കും അവിടെ ഇവിടേക്കായിട്ട് നര കണ്ടു തുടങ്ങുക. പക്ഷെ അതിന് മുന്നേ നമുക്ക് നര ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലോണം ഡിഫറൻസ് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു 35+ അല്ലെങ്കിൽ ഒരു 40+ ഒക്കെ ആയി, നിങ്ങൾക്ക് നര ഉണ്ട് ഓൾറെഡി, നരയുടെ പ്രായമായി ഉണ്ട്. എന്നാലും നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ബ്ലാക്ക് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ കംപ്ലീറ്റ് അങ്ങനെ നമ്മുടെ മുടി കട്ടക്കറുപ്പൊന്നും ആവില്ല. അത് നമ്മൾ ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നമുക്കൊരു ഏജ് ആകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കും. അങ്ങനെ നരയ്ക്കാതിരിക്കണമെങ്കിൽ ഡൈ കാര്യങ്ങൾ, പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഡൈ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഇതിൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡൈ നമുക്ക് തലയിൽ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഇഷ്യൂസ് നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പലർക്കും ജസ്റ്റ് നമ്മളൊരു ഒന്ന് അവിടെ ഇവിടേക്ക് ആയിട്ട് കണ്ടു തുടങ്ങുമ്പോൾ, അതായത് വെള്ളനിര കണ്ടു തുടങ്ങുമ്പോൾ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഡൈ ജീവിതകാലം ഉപയോഗിക്കേണ്ടി വന്നവരും, അതുപോലെ തന്നെ ഈ ഡൈ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ഡാർക്ക്നെസ്, അതായത് പ്രത്യേക കുത്തുകുത്ത് പുള്ളിക്കുത്ത് പിഗ്മെന്റേഷൻ വന്നവരൊക്കെ ഒരുപാട് പേര് എനിക്ക് അറിയണവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ആദ്യമായിട്ട് നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് ഒരു നേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഓടിപ്പോയിട്ട് ഡൈ ചെയ്യരുത്. ഓക്കെ, ഈ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു സിറം പ്രിപ്പയർ ചെയ്ത് കാണിക്കാം, അപ്ലൈ ചെയ്യുന്നതും. പിന്നെ എനിക്ക് നേരെയില്ല കേട്ടോ, എനിക്ക് എന്താ പറയാ, ദൈവം സഹായിച്ച് ഇപ്പൊ നേരെയില്ല. എനിക്കിപ്പോ 34 ആണ് ഏജ്. നെക്സ്റ്റ് ജനുവരി ഫെബ്രുവരിയിൽ 35 ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരില്ല എന്നല്ല, പക്ഷെ ഇപ്പൊ നേരെയില്ല. പക്ഷെ ഈ ഒരു ഒറ്റമൂലി ഇത് നല്ല ഇഫക്റ്റീവാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നര നന്നായിട്ട് നമുക്ക് ബ്ലാക്ക് ആവാം, അതായത് മുടി ബ്ലാക്ക് ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ചെയ്യാനായിട്ട്. കുറേ അധികം പുറത്തുനിന്ന് പോയി ആ പൊടി ഈ പൊടി അതൊന്നും മേടിക്കണ്ട, സിമ്പിൾ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഈ ഒരു സിറം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ഒറ്റമൂലി കൂട്ടാട്ടോ. അപ്പൊ നമുക്ക് ഇതൊരു 2 മാസത്തില് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് ജെന്റ്സിന് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ദേ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്ക, അത്രയും അതിനും കൂടുതൽ വേണ്ട, ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ചായയിലില്ലേ, അതായത് ചായപ്പൊടി, തേയില, അത് നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് മാതിരി ഏത് തേയില വേണമെങ്കിലും എടുക്കാം. അപ്പൊ 1 ഗ്ലാസ് വെള്ളം, പിന്നെ 1 അല്ലെങ്കിൽ 2 നെല്ലിക്ക അരച്ചത് അല്ലെങ്കിൽ ചതച്ചത്, പിന്നെ നമ്മുടെ തേയില 1 ടീസ്പൂൺ. ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് നമ്മൾ തിളപ്പിക്കണം. അതായത് 15 മിനിറ്റ് കുറഞ്ഞ തീയിൽ, മസ്റ്റ് ആയിട്ട് 15 മിനിറ്റ് തന്നെ കുറഞ്ഞ തീയിൽ തിളപ്പിക്കാം. അപ്പൊ എന്നിട്ട് നമ്മളത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുമാതിരി കിട്ടും. അപ്പൊ ഇത് നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതുപോലെ ആയിരിക്കും, അത്യാവശ്യം ഇങ്ങനെ ഈ ഒരു അളവുണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലെമൺ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അത് നമ്മൾ നന്നായി പിഴിഞ്ഞ് അതിന്റെ കുരു മാറ്റിയിട്ട് ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സിറം. ഇത് നമ്മുടെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആവാനും, നമുക്ക് നരയുണ്ടെങ്കിൽ അത് മാറി നമ്മുടെ നരച്ച മുടിയൊക്കെ നന്നായിട്ട് ബാക്ക് ടു നോർമൽ, അതായത് ബ്ലാക്കിലേക്ക് ആവും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ജാറിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ബോട്ടിലോ സ്പ്രേ ബോട്ടിലോ എങ്ങനെയെങ്കിലും ആക്കി വെക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 1 വീക്കിനുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 1 വീക്കിനുള്ളത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലായിട്ട് വേണം തലയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതായത് മാതിരിയാണ് ഇരിക്കുക. ഇത് നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ബ്ലാക്ക് ആവാനും, അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും, മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ആണിത്. അതേപോലെ തന്നെ നമ്മുടെ മുടി നരച്ചവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു പ്രായമാകുമ്പോൾ വരുന്ന നര, അത് നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെറിയ നരകളൊക്കെ വന്നു തുടങ്ങുന്നവർക്ക് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. നരച്ചവർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അത്യാവശ്യം നമുക്ക് ഇതൊരു ബാക്ക് ടു നോർമലിലേക്ക് വരും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ സിറ ഇരിക്കുക. അപ്പോ വളരെ വിചിത്രമായ രീതിയിലാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിക്കും ഇങ്ങനെ സിറ ഉണ്ടാക്കുമെന്ന്. ഇതൊരു ഒറ്റമൂലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക. ഇത് നമ്മളൊരു 1
വീക്കിനുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 1 വീക്ക് ഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യണ്ട, നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ മതി. പിന്നെ ചിലർ ചോദിക്കുന്നത് എണ്ണ തേച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ചെയ്തിട്ട് നമുക്ക് എണ്ണ തേക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ ഇരിക്കണം, എന്നാലാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് തേച്ച വശം എണ്ണ തേക്കരുത്. നമ്മളിപ്പോ എണ്ണ ഇന്ന് തേക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നേ ഇത് അപ്ലൈ ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് തേക്കുമ്പോൾ എണ്ണ തേക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ. പക്ഷെ നമ്മളിപ്പോ പലരും ഇന്ന് എണ്ണ തേക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും എണ്ണ തേക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ഇത് തേച്ചിട്ട് പിന്നെ എണ്ണ തേക്കുക എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എണ്ണ തേക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് തേച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എണ്ണ തേക്കാം. ഇനി ഇത് മാത്രം തേക്കാം. ചിലർ ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെ ഹെയർ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ അന്ന് നിങ്ങൾ വാഷ്, അതായത് എണ്ണ ഒരു ദിവസം തേക്കുക, ബാക്കി ഉള്ള ദിവസം, ബാക്കി 1-2 ദിവസം ഇത് തേക്കാം. ഓക്കെ, ഇത് നല്ല എഫക്റ്റീവ് ആണ്. ജസ്റ്റ് കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് ഷേക്ക്. ഇത് ഫ്രിഡ്ജിൽ വെക്കാനേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞത് നമ്മളിങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാണ് നല്ലത്. പക്ഷെ എല്ലാവർക്കും അത് പറ്റാത്തത് കൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ എടുത്ത് വശം തണുപ്പിന് എടുത്ത് തേക്കരുത്. നമ്മളെടുത്ത് കാലത്ത് തന്നെ പുറത്ത് വെക്കാം. എന്നിട്ട് ഇതിന്റെ തണുപ്പ് നന്നായിട്ട് ആറുമ്പോൾ, അതായത് തണുപ്പ് നന്നായിട്ട് വിടുമ്പോൾ, നല്ല നോർമൽ ടെമ്പറേച്ചർ ആവുമ്പോൾ എടുത്ത് തലയിൽ തേക്കാം. അല്ലെങ്കിൽ നമുക്ക് വല്ല പനിയും വരും. കാരണം ഇതൊരു വെള്ളം കൺസിസ്റ്റൻസി അല്ലേ. ഇതിങ്ങനെ എടുക്കുക, നമ്മളിങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് വീണ്ടും നമ്മൾ കുറേശ്ശെ എടുക്കുക. നമ്മുടെ മുടി ഇങ്ങനെ ഒന്ന് വകഞ്ഞ് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടിടുക. എന്നിട്ട് നമുക്കിങ്ങനെ നേരെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിടാം. നമ്മുടെ തല ഫുള്ളായിട്ട് ഇടാം. കുറേ അധികം ഒന്നും വാരി കോരി ഒഴിക്കണ്ട കേട്ടോ. കുറച്ചിങ്ങനെ അത്യാവശ്യം നമുക്കറിയാലോ മുടി ഇങ്ങനെ കംപ്ലീറ്റ് ആവണത്. അതനുസരിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ. കെട്ടി വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മൾ ഇതുമാതിരി കെട്ടിവെക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് നോർമലായിട്ട്, ഇപ്പം നമ്മൾ എണ്ണയൊന്നും തേക്കുന്നില്ലെങ്കിൽ നോർമലായിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ല, നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും താളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഏതെങ്കിലും ഹെർബൽ ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ കഴുകി കളയാം. വെറുതെ ഇത് അപ്ലൈ ചെയ്യാൻ മാത്രമാണെങ്കിൽ വെറുതെ നോർമൽ കഴുകിക്കളയാം. 2 അവർ നമ്മൾ എന്തായാലും തലയിൽ വെക്കണം, എന്നാലും നമുക്ക് അതിന് ഗുണം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നേരെ ഉണ്ടാവും, ഇടുക്കിയായിട്ട് വെള്ളനേരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം. നല്ല ഡിഫറൻസ് ഒരു 1 അല്ലെങ്കിൽ 2 മന്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അത്ര നല്ല എഫക്റ്റീവ് ആണ്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. നല്ല വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പറഞ്ഞു കൊടുത്തവരൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഇനി പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം ആവണമെന്നില്ല. പക്ഷെ നിങ്ങളെ പോലെ കാണുന്നവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറെ പേര് പറയുന്നുണ്ട് 30+ കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയറിന്റെ, അതായത് ഹെയർ പൊട്ടി പോവും, ഡാമേജ് ആവും, ഹെയറിന്റെ തിളക്കം പോവും, അതേപോലെ തന്നെ ഹെയർ സ്ട്രോങ് അല്ലാണ്ടാവും, ഭയങ്കരമായിട്ട് പൊട്ടി പോണ, അതുപോലെ ഗ്രോത്ത് മുരടിച്ച് പോയ, അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് പലരും പറയുന്നുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ്, അതായത് നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് 30+ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാട്ടെ. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ക്രിസ്മസിനൊരു ചലഞ്ച് മാതിരി വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു സ്കിൻ കെയർ ചലഞ്ച് നമ്മളൊരു ഓണത്തിനും വിഷുവിനൊക്കെ ചെയ്യാറില്ലേ, അപ്പൊ അതുമാതിരി ക്രിസ്മസിനൊരു ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ, ഒരു 15 ദിവസമൊക്കെ ഒരു ചലഞ്ച് മാതിരി. അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ഇഫക്റ്റീവ് ആണ് കേട്ടോ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.